എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം 30 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എന്തുകൊണ്ട് 30 വയസ്സ് എന്ന് ചോദിച്ചാൽ, മനുഷ്യ ശരീരം പ്രായമാകുന്ന സമയത്ത് ശരീരത്തിൽ കേടുപാടുകൾ വരാൻ സാധ്യത കൂടുന്ന ഒരു പ്രായമാണ് 30ഉം അതിനു മുകളിലും. ശരീരത്തിന് കോമൺ ആയി വരാൻ സാധ്യതയുള്ള തകരാറുകൾ പരിഹരിക്കാൻ ചില ന്യൂട്രിയൻറ്റുകൾക്ക് സാധിക്കും. ഇത് കൃത്യമായി ലഭ്യമാക്കി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് പെട്ടെന്ന് അസുഖത്തിൽ കീഴ്പ്പെടാനുള്ള സാധ്യത നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂട്രിയൻ്റാണ് മഗ്നീഷ്യം. 30 വയസ്സ് കഴിഞ്ഞ ആളുകളിൽ ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ഒരു പ്രശ്നമാണ് മെറ്റബോളിസം കൃത്യമായി നടന്നു പോവാതിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള മെറ്റബോളിക് ഡിസീസസുകൾ 30 വയസ്സിന് ശേഷം വരാൻ സാധ്യത കൂടുതലാണ്. അതിൻ്റെ ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ചില ആളുകൾക്ക് ക്ഷീണം, ഇറിറ്റേഷൻ, ശ്രദ്ധക്കുറവ്, രക്തത്തിലെ ഗ്ലൂക്കോസ് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ, ബ്ലഡ് പ്രഷർ കൂടുക, ഇതുപോലുള്ള പല പ്രശ്നങ്ങളും ശരീരത്തിൽ കാണിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ അത് മെറ്റബോളിസം കൃത്യമായി നടക്കാത്തത് കൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് മഗ്നീഷ്യം എന്ന് പറയുന്ന മൂലകത്തിൻ്റെ പ്രസക്തി. മഗ്നീഷ്യം നമ്മുടെ ശരീരത്തിൽ 300-ലധികം വരുന്ന മെറ്റബോളിക് ആക്ടിവിറ്റികളിൽ പങ്കെടുക്കുന്ന ഒരു മൂലകമാണ്. മഗ്നീഷ്യം നമ്മുടെ രക്തത്തിലെ ഷുഗർ നിയന്ത്രിക്കാനും മസിലുകളിലെ പ്രോട്ടീൻ ഉൽപ്പാദനത്തിന് സഹായിക്കാനും നമ്മുടെ നെർവുകളിലൂടെ സഞ്ചരിക്കുന്ന സിഗ്നലുകൾ നിയന്ത്രിക്കാനും ഹൃദയത്തിൻ്റെ ആരോഗ്യം നിലനിർത്താനും ഒക്കെ അനിവാര്യമായിട്ടുള്ളൊരു മൂലകമാണ്. ശരീരത്തിൽ മഗ്നീഷ്യം കിട്ടാൻ വേണ്ടി കഴിക്കേണ്ട ആഹാരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ചീര, മുരിങ്ങയില, ആൽമണ്ട്, മത്തങ്ങയുടെ കുരു, റാഗി, ചെറുപയർ, കടല, നേന്ത്രപ്പഴം, മത്തി, അയല പോലുള്ള ആഹാരങ്ങൾ. ഈ പറഞ്ഞ ആഹാരങ്ങളൊക്കെ ഒരു ദിവസത്തിൻ്റെ ആഹാര രീതികളിൽ ഒരു തവണയെങ്കിലും ഒന്നെങ്കിലും ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ഒരേ ആഹാരം എല്ലാ ദിവസവും കഴിക്കാതെ പലതരത്തിലുള്ള ആഹാരങ്ങളാക്കി കഴിക്കാൻ നോക്കുക. അങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള പോഷകങ്ങൾ ശരീരത്തിന് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പിക്കാനും പറ്റും. ഇനി ശരീരത്തിന് കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂട്രിയൻ്റാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്. 30 വയസ്സ് കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഇൻഫ്ലമേറ്ററി അഥവാ നീർക്കെട്ട് കാരണമുണ്ടാകുന്ന അസുഖങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ ഇമ്മ്യൂണിറ്റി കുറയാനും ഇടയ്ക്കിടയ്ക്ക് പനിയും ജലദോഷവും ഒക്കെ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുപോലെ തന്നെ കാഴ്ചശക്തി കുറയുന്നതും വളരെ കോമൺ ആണ്. പിന്നെ ആളുകൾക്ക് ഫിസിക്കൽ ആക്ടിവിറ്റികൾ കുറയുന്നത് കാരണത്താൽ തന്നെ പല ആളുകൾക്കും ഈ ഹൃദ്രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഹൃദയത്തിൻ്റെ ആരോഗ്യം നിലനിർത്താനും നീർക്കെട്ട് കുറക്കാനും ഇമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ അനിവാര്യമായിട്ടുള്ളൊരു ന്യൂട്രിയൻ്റാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്. ഇത് കിട്ടാൻ ഉള്ള ആഹാരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മത്സ്യങ്ങളാണ്. അതിലും മലയാളികൾക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ള മത്തിയാണ് ഏറ്റവും ബെസ്റ്റ്. 100 ഗ്രാം മത്തിയിൽ ഏകദേശം 2 ഗ്രാമോളം ഒമേഗ 3 ഫാറ്റി ആസിഡ് നമുക്ക് കിട്ടും. ഏകദേശം അത്രത്തോളം തന്നെ നമുക്ക് അയലയിൽ നിന്നും അതുപോലെ കൊഴുവയിൽ നിന്നൊക്കെ കിട്ടും. മത്സ്യത്തിൽ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉണ്ട്. ഒന്ന് ഇക്കോസപെൻറ്റനോയിക് ആസിഡാണ്, നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും ഇൻഫ്ലമേഷൻ കുറക്കാനൊക്കെ ഹെൽപ്പ് ആവും. രണ്ടാമത്തത് ഡൊക്കോസോ എക്സനോയിക് ആസിഡാണ്. ഇത്തരത്തിലുള്ള ഫാറ്റി ആസിഡുകൾ നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും വളരെ അനിവാര്യമാണ്. ഈ മത്സ്യങ്ങൾ കഴിക്കാത്ത ആളുകളാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഈ ചിയാ സീഡും അതുപോലെ ഫ്ലാക്സ് സീഡും. ഇതിലടങ്ങിയിട്ടുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ് ആൽഫ ലിനോലീനിക് ആസിഡ് എന്ന് പറയുന്ന ഫോമിലാണ്. മത്സ്യത്തിലൂടെ കിട്ടുന്ന അതേ ഒമേഗ 3 ഫാറ്റി ആസിഡ് നട്ട്സ് കഴിച്ചാലും കിട്ടുമെന്ന് പല ആളുകൾക്കും തെറ്റിദ്ധാരണയുണ്ട്. എന്നാൽ അത് രണ്ടും രണ്ടാണ്. അതുപോലെ 2 തരത്തിലാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. ഇതും ശരീരത്തിന് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു തരം ഒമേഗ 3 ഫാറ്റി ആസിഡ് തന്നെയാണ്. ആൽഫ ലിനോലീനിക് ആസിഡ് എന്ന് പറയുന്ന ഈ ഫാറ്റി ആസിഡും നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കാൻ കഴിയുന്നുണ്ട്, ശരീരത്തിൽ ഇൻഫ്ലമേഷൻ കുറക്കാൻ സഹായിക്കുന്നുണ്ട്, കോശങ്ങളെ റിപ്പയർ ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട്. ഈ 30 കഴിഞ്ഞ ആളുകളിൽ ഏറ്റവും കൂടുതലായി വരുന്നൊരു പ്രശ്നമാണ് ഈ വയറ് സംബന്ധമായ പ്രശ്നം, കുഴൽ സംബന്ധമായ പ്രശ്നം. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം മാനസിക സമ്മർദ്ദവും അതുപോലെ ഒരുപാട് ജങ്ക് ഫുഡ് കഴിക്കുന്ന ശീലവുമായിരിക്കും. പ്രത്യേകിച്ചും നമുക്കറിയാം ഒരുപാട് റെസ്പോൺസിബിലിറ്റികൾ കൂടുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു സമയം. അതുകൊണ്ട് തന്നെ കൃത്യമായി ആഹാരത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, മാനസിക പിരിമുറുക്കം വരികയൊക്കെ ചെയ്യും. കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്, പ്രത്യേകിച്ച് 30 വയസ്സ് കഴിഞ്ഞ ആളുകളിൽ. സോ പ്രോബയോട്ടിക് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത് വളരെ അനിവാര്യമാണ്. പ്രോബയോട്ടിക് എന്ന് വെച്ചാൽ കുടലിൽ ജീവിക്കുന്ന നല്ല ബാക്ടീരിയകളാണ്. ഈ ബാക്ടീരിയകളെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചില ആഹാരങ്ങൾ കഴിക്കാം. അതാണ് തൈര്, യോഗട്ട്, പിന്നെ വീട്ടിലുണ്ടാക്കുന്ന അച്ചാറുകൾ,
വിനെഗർ ഉപയോഗിക്കാതെ പുളിപ്പിച്ചിട്ടുള്ള ക്യാബേജ്, അതുപോലെ ബീട്രൂട്ട്, മറ്റു പലതരത്തിലുള്ള പച്ചക്കറികളൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. ഇനി പുളിപ്പിച്ച് കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റുകൾ ഉണ്ടല്ലോ, പ്രത്യേകിച്ചും ഇഡ്ഡലി പോലുള്ള ബ്രേക്ക്ഫാസ്റ്റുകൾ വളരെ നല്ല ഓപ്ഷനാണ്. ശരിയാണ്, ഇത് കഴിക്കുമ്പോൾ അതിലെ ബാക്ടീരിയ നശിച്ചു പോകും കുക്ക് ചെയ്യുമ്പോൾ. എന്നിരുന്നാലും അതിലുള്ള നല്ലൊരു കാര്യമാണ് പോസ്റ്റ് ബയോട്ടിക്കുകൾ. പോസ്റ്റ് ബയോട്ടിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്ടീരിയകൾ പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായി ഉൽപ്പാദിപ്പിക്കുന്ന പലതരത്തിലുള്ള പ്രൊഡക്റ്റുകളുണ്ട്. പഠനങ്ങളൊക്കെ പറയുന്നത് ഈ പോസ്റ്റ് ബയോട്ടിക്കുകൾ നമ്മുടെ ഈ പ്രോബയോട്ടിക്കിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ കുടലിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി പ്രോബയോട്ടിക് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തീർച്ചയായും എടുക്കേണ്ടതാണ് പ്രീബയോട്ടിക്കുകൾ. പ്രീബയോട്ടിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോബയോട്ടിക് നല്ല ബാക്ടീരിയകൾക്ക് വേണ്ടിയിട്ടുള്ള ആഹാരങ്ങളാണ്. പ്രീബയോട്ടിക്കുകൾ നമ്മുടെ ഭക്ഷണത്തിലൂടെ കിട്ടാൻ വേണ്ടി നമ്മൾ കഴിക്കേണ്ട ആഹാരങ്ങളാണ് ചക്ക, ചേന, ചേമ്പ്, ഗ്രീൻ പീസ്, വെണ്ട മുതലായ ഭക്ഷണങ്ങളൊക്കെ. ഇനി അടുത്ത ഒരു നല്ലൊരു ന്യൂട്രിയൻ്റാണ് വൈറ്റമിൻ ഡി. 30 വയസ്സ് കഴിഞ്ഞ ആളുകളിൽ അടുത്തൊരു പ്രശ്നമാണ്, ഏറ്റവും കൂടുതൽ വരുന്ന പ്രശ്നമാണ് ജോയിൻ്റ് വേദനകൾ, അല്ലെങ്കിൽ മസിൽസ് ഒക്കെ വീക്കായി പോവുക. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്ന ഒരു ന്യൂട്രിയൻ്റാണ് വൈറ്റമിൻ ഡി. സൂര്യപ്രകാശത്തിൽ നിന്നാണ് നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുക എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ സൂര്യപ്രകാശം എപ്പോഴും എല്ലാവർക്കും കൊള്ളാൻ പറ്റണമെന്നില്ല. കൃത്യമായിട്ട് കൊള്ളാത്തത് കൊണ്ട് തന്നെ വൈറ്റമിൻ ഡിയുടെ അളവ് ശരീരത്തിൽ കുറയാനും സാധ്യതയുണ്ട്. വൈറ്റമിൻ ഡി 2 തരത്തിലുണ്ട്, വൈറ്റമിൻ D2 അതുപോലെ വൈറ്റമിൻ D3. D2 പറഞ്ഞാൽ ഇനാക്റ്റീവ് ഫോമാണ്. ആ ഒന്നാമത്തെ ആക്ടിവേറ്റ് അല്ലാത്ത ഈ D2 ഫോം നമുക്ക് പലപ്പോഴായിട്ട് സപ്ലിമെൻ്റ് ആയിട്ടൊക്കെ നമുക്ക് ആഹാരത്തിലൂടെയും കിട്ടാറുണ്ട്, അതുപോലെ സപ്ലിമെൻ്റ് ആയിട്ടൊക്കെ എടുക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള വൈറ്റമിൻ D3 ആണ് നിങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് തീർച്ചയായും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ കാലയളവിലേക്ക് മാത്രം എടുക്കേണ്ടതാണ്. ഇത് പൊതുവേ വൈറ്റമിൻ ഡി ലെവൽ നല്ല രീതിയിൽ കുറഞ്ഞ ആളുകളാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയുടെ 4 ന്യൂട്രിയൻറ്റുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ചും 30 വയസ്സിന് ശേഷം ഉള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞിട്ടുള്ള ഈ മാഗ്നീഷ്യം, omega-3 ഫാറ്റി ആസിഡ്, പ്രോബയോട്ടിക്കുകൾ, വൈറ്റമിൻ ഡി, ഈ 4 ന്യൂട്രിയൻസുകൾ ശരീരത്തിൽ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് ഒരുപാട് അസുഖങ്ങളെ നമുക്ക് തടയാൻ സാധിക്കുകയും ചെയ്യും. അപ്പം എല്ലാവർക്കും നല്ലൊരു ആരോഗ്യം ആശംസിച്ചുകൊണ്ട് അടുത്ത നല്ലൊരു കണ്ടൻറ്റുമായിട്ട് വരാം. അതുവരേക്കും ഗുഡ് ബൈ.